സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കൊരു വചനം വായിക്കാം. എഫെസ്യർ 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും ഒന്ന് ഉറച്ചു വായിച്ചേ. നിനക്ക് നന്മ ഉണ്ടാക്കുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്നത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിനും പോറ്റി വളർത്തുന്നു. സ്തോത്രം. ഈ രണ്ട് വചനവും നിങ്ങൾ ശ്രദ്ധിച്ച. ഒന്നിൽ പറയുന്ന അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. രണ്ടാമത്തിൽ പറയുന്നു മക്കളെ കോപിപ്പിക്കരുത്. രണ്ട് കാര്യം നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത്. എന്തുകൊണ്ട് ഇന്ന് അമ്മമാരും അപ്പന്മാരും നീറുന്നേ? ഇന്ന് അമ്മയും അപ്പന്മാരുടെയും സങ്കടം എന്തുവാ? മോൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള 3 മക്കളെയും നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ സ്നേഹിച്ച കാലമുണ്ട് കുഞ്ഞുനാളിൽ. അവരൊക്കെ ഇപ്പോൾ വലുതായിട്ടങ്ങ് വളർന്നു ഇതൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് മൂത്ത മകൻ വന്ന് സംസാരിക്കുമ്പോൾ അവൻ നല്ല പൊക്കവും സൈസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു എടാ നീ വളർന്നുപോയി, നീ ചുമ്മാ ദേഹത്തൊന്നും കയറി പിടിക്കില്ലേ, അവൻ നിങ്ങളുടെയൊക്കെ സ്നേഹിച്ച് സംസാരിക്കുന്നവനാണ്. എങ്ങനെ? അമ്മ എന്ന ഒരു നിലവാരത്തിൽ. പക്ഷെ നമ്മളവനെ കാണുന്നത് അവൻ വലിയ ആളായി വളർന്നുപോയി, കെട്ടിക്കാൻ പ്രായമായി, പയ്യൻ എന്തോ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ അമ്മയുടെയൊക്കെ ആ കുഞ്ഞുനാളിലുള്ള സ്നേഹമാണ് ആ മൂത്ത മോനുള്ളത്. രണ്ടാമത്തെ മോൻ്റെ ലെവല് വേറെ, ഇളയ മോൻ്റെ ലെവല് വേറെ. ഇതെല്ലാം നോക്കിയിരുന്നാലും ഒരു ഫംഗ്ഷന് നമ്മളെ മക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഇതറിയോ, ഇളയവൻ അവനിപ്പോൾ സർക്കാർ ജോലിയൊക്കെ കിട്ടി, മൂത്തവനാ ഒന്നും പറയണ്ട, വെള്ളം ഓടിച്ച് നറുകൂടി കിടക്കുന്നവൻ. 10 പേര് മുമ്പിൽ നമ്മുടെ കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അങ്ങ് ഇൻസൾട്ട് ചെയ്തങ്ങ് ദൂരക്കളയും. സ്തോത്രം. ഏമേൻ. അപ്പോൾ പിന്നെ എങ്ങനെയാ ഈ മൂത്ത മകൻ നമ്മളോട് അപ്പനമ്മമാരോട് ബഹുമാനിക്കുന്നേ? ഇനി മൂത്ത മോനൊരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ പോലും ചിലപ്പോൾ അവൻ സ്നേഹിച്ചായിരിക്കും വിളിച്ചുകൊണ്ട് വന്നേ. ആ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്ന ആ മോൻ്റെ ഭാര്യയോട് പോലും ഈ അമ്മ വേർതിരിച്ച് കാണും. എന്നാൽ രണ്ടാമത്തെ മകൻ കല്യാണം കഴിഞ്ഞല്ലോ, അവന് ഒത്തിരി സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊണ്ടാവുന്നത്. മക്കളെ, എൻ്റെ രണ്ടാമത്തെ മോൻ അങ്ങനെയൊന്നുമല്ല, അവൻ ജോലി സ്ഥലത്ത് സർക്കാർ ജോലിയുള്ളൊരു കുട്ടിയെ തന്നെയാണ് കൊണ്ടുവന്നത്. അവൾ കൊള്ളാം, പക്ഷെ മൂത്തവൻ്റെ ഭാര്യയായിട്ട് എനിക്ക് അത്ര പോരാ, ഞാനായിട്ട് വലിയ സംസാരമൊന്നുമില്ല. ഇതൊക്കെ പറയുകയും ചെയ്യും. ഞായറാഴ്ച ആകുമ്പം ചർച്ചിൽ പോവുകയും ചെയ്യും. ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ സ്തോത്രം മക്കളെ ദൈവവചനത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലുമാണ് വളർത്തേണ്ടത്. അങ്ങനെ വളർത്തിയിരുന്നു എങ്കിൽ അമ്മയുടെയും അപ്പൻ്റെയൊക്കെ ബഹുമാനം നമുക്ക് കിട്ടും. ഞാനും ഒരുപാട് വിഷയത്തിൽ കറങ്ങി കുരുങ്ങി ഊപ്പാട് വന്ന ഒരുത്തനാണ്. പക്ഷെ കൃപയാൽ ഇപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ ദൈവനാമത്തിൽ മനസ്സിലാകുന്നതുകൊണ്ട് എന്തുകൊണ്ട് സ്തോത്രം ഇങ്ങനെ സംഭവിക്കുന്നു, അതും വളരെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ സ്തോത്രം എന്നും ഭവനങ്ങളിൽ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിലാണ് സാത്താൻ ഈ വക വിത്തുകളെ അങ്ങ് വിതച്ചിർണേ. സ്തോത്രം. അത് ഏറ്റവും കൂടുതൽ കയ്യിലെടുക്കുന്നത് മൂത്ത മകനെയാണ്. സ്തോത്രം. ആ മൂത്ത മകൻ്റെ ചിന്തയ്ക്കകത്ത് ഹൃദയത്തിനകത്തെല്ലാം ഈ വിഷത്തെ കുത്തി നിറയ്ക്കും. ആണ്ടാ നിൻ്റെ അടുക്ക സ്നേഹമില്ല, ഇളയവൻ്റെ അടുത്താണ് സ്നേഹം, മൂത്തവൻ്റെ അടുത്താണ് സ്നേഹം. ഇത് പറഞ്ഞ് ആ 3 മക്കളെയും 3 ടൈപ്പിലാക്കി കളയും. കാരണം ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തി ആ ഭവനത്തിൽ ഇറങ്ങും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ആ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുക. അപ്പന്മാരെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല. അവർ പണ്ട് കാണിച്ച ക്രൂരതകൾ, എന്നെ കളിക്കാൻ വിടൂല, എന്നെ ഒരു കൂട്ടുകാരൻ വരുത്തും കൂടെ കളിക്കാൻ വിടത്തില്ല, എന്നെ വീട്ടിനകത്ത് എന്നെ ഇട്ട് വളർത്തി അവനൊരു പരിധിയിലും അവൻ പൊട്ടിത്തെറിക്കും. സ്തോത്രം. അവൻ പൊട്ടിത്തെറിക്കും. പിന്നെ 24 മണിക്കൂറും പറയും പഠിക്ക്. മറ്റുള്ള കുട്ടികൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇവനകത്തിരുന്നെങ്കിൽ നീറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെയും അമ്മയുടെയും അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. കാരണം അവരെ മനസ്സിലാക്കുന്നില്ല. പിന്നെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയുടെ ഒക്കെ ആയിരിക്കും ഇവൻ്റെ ദേഷ്യം മൊത്തവും. കാരണം ആ പെൺകുട്ടിയുടെ അടുക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അവളൊരു പെണ്ണല്ലേ, അവളെ കാര്യങ്ങൾ എനിക്ക് നോക്കണ്ടേ, നിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടിരുന്നാൽ മതിയാ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിനകത്ത് സ്തോത്രം
ഭയങ്കരമായിട്ടും ഇറുക്കം സംഭവിക്കുകയാണ്. പള്ളിയിൽ പോയിരുന്നാലും സ്തോത്രം വചനം കേൾക്കാതിരിക്കത്തില്ല. ആദ്യം അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, ദൈവവചനം കേൾക്കാൻ, സ്തോത്രം സൺഡേ ക്ലാസ്സിനെല്ലാം നിൽക്കാൻ ഫസ്റ്റ് വാങ്ങിച്ചിരുന്ന പയ്യനാണ് അവൻ. ഭയങ്കരമായിട്ട് യേശുവിന് വേണ്ടി ഭയങ്കര തീഷ്ണതയോടെ നിന്ന പയ്യനാണ്. പക്ഷെ ഇപ്പോൾ പോയി. എന്ത് കാരണം? വളരെ ബുദ്ധിപൂർവം ആ കുടുംബത്തിനകത്ത് അവൻ്റെ അമ്മയും അപ്പനെയും കയ്യിലെടുക്കും. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ദൈവസന്നിധിയിലെ മക്കൾക്ക് വേണ്ടി കരയെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? എങ്ങനെ കരയണം? ആ മകനോടുള്ള നീരസമുണ്ടോ? ആ മകളോടുള്ള നീരസമുണ്ടോ? കർത്താവേ, എനിക്കതുണ്ട്. എൻ്റെ മോനും മകളും ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നം. ഞാൻ പറഞ്ഞത് അവൾ കേൾക്കൂല. ഇപ്പോൾ അവൾ അനുഭവിക്കുന്നത് കണ്ട. ഞാൻ അന്നേ പറഞ്ഞാണ് ഇറങ്ങി പോവല്ലേ അവൻ്റെ കൂടെ. അവൻ ശരിയല്ല. പക്ഷെ ഇന്നെൻ്റെ മോളും 2 മക്കളുടെ അമ്മ, ആ പയ്യനാണ് കുടിച്ച് ഊപ്പാടുമെന്ന് നടക്കുന്നത്. എങ്ങനെ മരുമോനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എങ്ങനെ മരുമോളെ സ്നേഹിക്കാൻ? ആകപ്പാടെ കൺഫ്യൂഷൻ. പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഞായറാഴ്ച ചർച്ചിൽ പോകുന്നു. പിന്നെ വെള്ളസാരി മസ്റ്റാണ്. വെള്ളസാരി കൊടുത്തില്ലെങ്കിൽ പള്ളി കയറ്റില്ല. കാരണം SMB സ്കൂളാണ്. SMB സ്കൂളാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് SMB സ്കൂളുണ്ട്. അവിടുത്തെ യൂണിഫോം വെള്ളയാണ്. അതുകൊണ്ട് വെള്ള ഇട്ടാലേ പറ്റൂ. എടാ, വെള്ള ഇടേണ്ടത് ഇട്ടോ. അതൊന്നും ഇവിടെ ഞാൻ കുറ്റപ്പെടുത്തണമെന്നല്ല. നിൻ്റെ ഹൃദയം ശുദ്ധിയാണോ? പ്രാർത്ഥിക്കാൻ പോകുന്ന നിൻ്റെ ഹൃദയത്തെ നോക്കുന്നൊരു ദൈവമുണ്ട്. ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് സ്തോത്രം എണീറ്റപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവനൊന്നുമല്ല. അവൻ്റെ പൊക്കവും സൈസും കണ്ടാണ് തൈലക്കൊമ്പെടുത്തത്. അത് 7 മക്കളെ നിരത്തി നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ ഇതൊന്നുമല്ല. കണ്ട? അപ്പം പള്ളിയിൽ പോകുന്ന നമ്മളുടെ കുടുംബത്തിനകത്ത് എന്നും മക്കളെ ചൊല്ലിയുള്ള വിഷയങ്ങളാണ് കൂടുതലുള്ള. ദാണ്ട ഒരു പെണ്ണ് വിളിച്ചോണ്ട് വന്നു, ദാണ്ട ഒരുത്തി ഇറങ്ങിപ്പോയി, ദാണ്ട അവൾ ഇപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കണം. എന്ത് ചെയ്യാൻ? പിന്നെയും നോവുന്ന വാക്കുകൾ പറയാണ്. അതല്ല ചെയ്യണ്ടേ. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇങ്ങനെ സംഭവിച്ചു പോയി, ക്ഷമിക്കണേ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരയണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. കർത്താവേ, അല്ലാതെ ആ വ്യക്തിയെയും വീട്ടിൻ്റെ അവിടെ പിടിച്ചിരുത്തി അവളെയും കുറ്റം പറഞ്ഞ ഒരു പ്രാർത്ഥനയും വെച്ച് ആ പ്രാർത്ഥന പ്രസംഗിക്കാൻ പറഞ്ഞ പാസ്റ്ററും കുറ്റം പറഞ്ഞ് അപ്പോഴും പറഞ്ഞ പദമാണ് ദൈവഹിതമില്ല. ഈ ദൈവഹിതമില്ല സത്യം തന്നെയാണ്, ഇല്ല, ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷെ ആ ദൈവഹിതമില്ലാത്ത വിഷയത്തെ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമ അപ്പനും അമ്മയ്ക്കും ഉണ്ട്, സഭ പാസ്റ്റർമാർക്കുണ്ട്. എന്താണ് ദൈവഹിതം? എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പനെ എത്രയോ വെട്ടി കൊന്നു കളഞ്ഞു മോൻ. എത്രയോ വെട്ടി. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വളരെ വളരെ ആഴങ്ങളിലേക്ക് അത് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ അമ്മയുടെ ഹൃദയവേദന. ഒരു ഭർത്താവ്, സ്വന്തം മകൻ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക, ആ വചനങ്ങൾ ധ്യാനിക്കുക. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി. ആരെയും മക്കളെ മുഖത്ത് നോക്കി ഇൻസൾട്ടിങ് സംസാരിക്കരുത്. അവരെ എനർജിയുടെ വാക്കുകൾ സംസാരിക്കുക. ഇവൻ കൊള്ളൂല, അവൻ അതാണ് ഇതാണെന്നൊന്നും പറയാതെ, എൻ്റെ വീട്ടിലുള്ള 3 മക്കളുണ്ടോ, ആ 3 മക്കളെ ഒരുമിച്ച് സ്നേഹിക്കുക, ഒരുമിച്ച് പുകഴ്ത്ത്, ദൈവത്തിന് നന്ദി പറ. മക്കൾ യഹോവ തരുന്ന ദാനമത്രേ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.